Hi, I'm Dr. Gayatri, physician Changamalli Remedium. Today we have Dr. Shani with us, senior physician Changamalli Vaidibhavan. എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് വാരിക്കോസ് വെയിൻസ്. സോ ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പറയാൻ പോകുന്നത് സ്ത്രീകളിലെ വെരിക്കോസ് വെയിനെ കുറിച്ചാണ്. സോ ഡോക്ടർ, എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ കോമൺ ആയിട്ട് വെരിക്കോസ് വെയിൻ കാണുന്നത്? സ്ത്രീകളിൽ കൂടുതലായി കാണുന്നതിന്റെ മെയിൻ റീസൺ ഹോർമോണൽ ചേഞ്ചസ് ആണ്. നമുക്ക് പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടല്ലോ. പ്രഗ്നൻസിയിൽ ഡെലിവറി ആകുമ്പോഴത്തേക്ക് പല പേഷ്യൻസിലും നോർമലി പ്രഗ്നൻസിയിൽ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വെയിറ്റ് ഗെയിൻ കൂടുതലാണ്. വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടും പിന്നെ വേറെയുള്ള ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടും പ്രഗ്നൻസിയിൽ വെരിക്കോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവരിലും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ചില കേസിൽ പ്രഗ്നൻസി കഴിയുമ്പോൾ സിംറ്റംസ് സബ്സൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ ചില കേസിൽ അത് തുടർന്ന് നിന്നിട്ട് പിന്നെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ഈ വെരിക്കോസ് വെയിൻ സ്ത്രീകളിൽ പറയുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഡോക്ടർ? നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷനിൽ തന്നെ ഇത് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് കാലിലാണ് ഇത് കൂടുതലായിട്ട് കാണുക. വെരിക്കോസ് പല ബോഡിന്റെ പല പാർട്സിലും അങ്ങനെ വെരിക്കോസിറ്റി വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിലുള്ളതാണ്. കാലിൽ നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷനിൽ തന്നെ കാണാൻ പറ്റും. ഉരുണ്ട് തടിച്ചിരിക്കുക വെയിനുകൾ. ശരിക്കും പറഞ്ഞാൽ ബാക്ക്വേർഡ് ഫ്ലോയിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വാളുകളിൽ കംപ്ലൈൻറ്റ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സമയം നടന്നു കഴിയുമ്പോൾ ഇതിൻ്റെ സിംറ്റംസ് കൂടുതൽ വേഴ്സൺ ആവും. പിന്നെ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പെയിനാണ്. പെയിന്, അതേപോലെ കാലിന് കൂടുതൽ ഭാരം തോന്നുക, പിന്നെ സ്കിന്ന് തടിച്ച് വരിക, ഡിസ്കളറേഷൻ വരിക, കൂടുതൽ ഇച്ചിങ്ങും ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ, റെഡ്നെസ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിയിട്ട് ചെറിയ ചെറിയ വൂണ്ട് ആയതിനു ശേഷം പിന്നെ അത് ഭയങ്കര അൾസറേറ്റീവ് വൂണ്ടുകളായി കഴിഞ്ഞാൽ പിന്നെ ഹീലിംഗ് നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ദുഷ്ടവ്രണം പോലെയൊക്കെ എടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആവുന്ന കേസുകൾ ഉണ്ട്. പക്ഷെ എന്നാലും അതിന് വേണ്ട സമയവും അധ്വാനവും കൂടുതലാണ്. ഇപ്പൊ നമ്മളിപ്പോ സ്ക്രീനിങ് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ ഓൾറെഡി നമുക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞു, ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ വെയിൻ പ്രൊട്രൂട്ട് ചെയ്ത് നിൽക്കുന്നതും സ്പൈഡർ വൈബ് ആയിട്ടുള്ള സ്പൈഡർ നെറ്റ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പേഷ്യൻസിൽ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്പൈഡർ വെയിൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെസിഫിക് കൺഫർമേറ്ററി ഡയഗ്നോസിസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഡോപ്ലർ സ്റ്റഡി ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വലിയ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമാണ് വെരിക്കോസ്. ഓക്കെ. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്കൊരു വേഴ്സൺഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു എമർജൻസി കെയർ കിട്ടണം, അല്ലെങ്കിൽ ഇത് വേഴ്സണിലേക്കാണ് പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ മനസ്സിലാവും. ഉരുണ്ട് തടിച്ച് നല്ല ബൾജ് ചെയ്ത് നിൽക്കും. ചില കേസിൽ ഇത് പെട്ടെന്ന് പൊട്ടും. വെയിനുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും പ്രിവെൻഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. വെരിക്കോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വൂണ്ടാവുന്നതും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇപ്പൊ പ്രിവെൻഷൻ ഡോക്ടർ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം, നമുക്ക് കൂടുതലായിട്ടും നമ്മളെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലാണ്, അല്ലെങ്കിൽ ഒരു പ്രിവെന്റീവ് മെത്തേഡ് എന്നുള്ള രീതിയിൽ എന്താണ് ഡോക്ടർക്ക് സജസ്റ്റ് ചെയ്യുന്നത്? അതിപ്പോൾ നമ്മൾ ഈ രോഗം കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പാനിപൂരി സെയിലേഴ്സ്, ടീച്ചേഴ്സ്, ഇങ്ങനത്തെ പ്രൊഫഷൻ, പോലീസ്മാൻ, ഇങ്ങനെയാണ് പഠിക്കുന്നത്. അതിന്റെ റീസൺ തന്നെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവരാണ്. അതിൽ തന്നെ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നുണ്ട്. കാരണം വീട്ടമ്മമാരെടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ വീട്ടിലെ ജോലികളാണെങ്കിൽ പോലും ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നൊരു പ്രവണത കാണാറുണ്ട്. അവരെ ജോലി തീരുന്നത് വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കുന്നില്ല. അത് വലിയൊരു റീസൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസ്ക് ഫാക്ടർ കൂടുതലാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ. ഓക്കെ ഡോക്ടർ, നമ്മള് ആയുർവേദത്തിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെ രീതിയിൽ നമ്മൾ സപ്പോർട്ടീവായിട്ട് ഇതിന് കെയറും കൊടുക്കുന്നുണ്ട്? അതിനിങ്ങനെയൊക്കെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നവർ തന്നെ ആവശ്യത്തിന് റെസ്റ്റ് അതിന്റെ ഇൻബിറ്റ്വീൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നവർ അതിന്റെ ഇടക്ക് റെസ്റ്റിംഗ് ടൈം കണ്ടെത്തണം. പിന്നെ അതേപോലെ തന്നെ കാല് പൊന്തിച്ച് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ, ചെറിയ സിംറ്റംസ് കണ്ടു തുടങ്ങിയിട്ടുള്ളവർക്ക് കാല് ഉയർത്തി വെക്കുക. അപ്പോൾ വീട്ടിലാണെങ്കിൽ കിടക്കുമ്പോൾ കട്ടിലിന്റെ സൈഡിലേക്ക്, ചുമരിലേക്കൊക്കെ കാല് ഉയർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് ഫ്ലോ ഒന്നും കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും നമ്മളെ ബ്ലഡ് ഫ്ലോ കൂടുതലാവാനുള്ളതും സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനുള്ളതും പിന്നെ ഹീലിംഗ് ചെറിയ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ബ്ലഡ് ലെറ്റിങ്. ബ്ലഡ് ലെറ്റിങ് ചെയ്യുമ്പോൾ ഭയങ്കര സിംറ്റമാറ്റിക് റിലീഫുകൾ പല പേഷ്യൻസിനും കാണാറുണ്ട്. ഇപ്പോൾ ഇച്ചിങ്, കാല് കടച്ചിൽ ഒക്കെ ഉള്ള പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ
അല്ലെങ്കിൽ ഒരു വിത്തിൻ 1 day or 2 day നല്ല റിലീഫ് കിട്ടാറുണ്ട് പേഷ്യൻസിന്. റെഗുലർ ആയിട്ട് നമ്മൾ നല്ല ഇന്റർവെല്ലിൽ ഇത് റിപ്പീറ്റഡ്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. പിന്നെ നല്ല കംപ്രഷൻ കൊടുക്കുക, ടൈറ്റായി കെട്ടി വെക്കുക, ബാൻഡേജ് ചെയ്യുക, എപ്പോഴും ഒരു കംപ്രഷൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ലേപനങ്ങളായിട്ടും തൈലങ്ങളായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്ക്വേർഡ് മസാജാണ് നമ്മൾ പുറകിലായിട്ടാണ് ഒഴിഞ്ഞു കൊടുക്കുക. അതൊക്കെ ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ പ്രോപ്പർലി ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നല്ല രീതിയിൽ. ഇപ്പൊ ബ്ലഡ് ലെറ്റിംഗ് ഡോക്ടർ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ബ്ലഡ് ലെറ്റിംഗ് എന്നുള്ളത് നമുക്ക് പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് ബ്ലഡ് ലെറ്റിങ്ങിനെ കുറിച്ച് ഡോക്ടർക്ക് ഒന്ന് ഒരു ഐഡിയ. ബ്ലഡ് ലെറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഹിജാമ ചെയ്യാറുണ്ട്, നമ്മൾ നീഡിൽ വെച്ചിട്ട് ബ്ലഡിനെ പുറന്തള്ളുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. ഇതെന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ പുറന്തള്ളുക ചെയ്യുക. ആ ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഇച്ചിങ്ങും പിന്നെ അല്ലെങ്കിൽ കടച്ചിലൊക്കെ ആ ഫ്ലോ ഒന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. ലീച്ച് തെറാപ്പി ആണെങ്കിലും ലീച്ച് തെറാപ്പിയും ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ സ്ഥിരാവേദത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. ലീച്ച് തെറാപ്പി ആണെങ്കിലും നീഡിൽ വെച്ച് നമ്മൾ ബ്ലഡ് ലെറ്റിംഗ് ചെയ്യുന്നതാണെങ്കിലും അതേപോലെ ഹിജാമ ആണെങ്കിലും അത് കണ്ടീഷൻ വൈസ് ഏരിയ വൈസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന നമ്മൾ ഒട്ടുമിക്ക OPD കേസസിൽ നമുക്ക് ഒരു ഡെയിലി ബേസിസിൽ കിട്ടുന്ന ഒരു കേസ് തന്നെയാണ് സ്ത്രീകളിലെ ഈ വെരിക്കോസ് വെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ടും ആൾക്കാർ വരുന്നത് ഈ തൊടയുടെ മുകളിൽ ഭാഗത്തേക്ക് സ്പൈഡർ വെയിൻ അപ്പിയറൻസ് ഒക്കെ ആയിരിക്കും. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്രിവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് വെരിക്കോസ് വെയിൻ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഇതിനെപ്പറ്റി ഒരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻഫർമേഷൻ ഡോക്ടർ.